അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പോകുന്നത് കൊല്ലം ചെങ്കോട്ട പുനലൂർ വഴിയുള്ള ട്രെയിൻ റൂട്ടിലാണ്. വളരെ മനോഹരമായ ട്രെയിൻ റൂട്ടാണ്. നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോകണം. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മൾ KSRTC ബസ്സിലൊക്കെ കയറി നേരെ കൊല്ലത്തേക്ക് വെച്ച് പിടിക്കുകയാണ്. കൊല്ലം എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രെയിൻ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൊല്ലത്തെത്താം. നമ്മൾ കൊല്ലത്തെത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഗുരുവായൂർ മധുര എക്സ്പ്രസ് അതിലാണ് നമ്മൾ പോകുന്നത്. അതിൽ സ്ലീപ്പറിലൊരു ടിക്കറ്റൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. അതിൽ തന്നെ പോകാമെന്ന് കരുതി നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു പഴയ WP4 ലോക്കോമോട്ടീവും ഒരു ICF കോച്ചൊക്കെയാണ്. അങ്ങനെ ട്രെയിനിൽ കയറിയിരുന്നു. ട്രെയിൻ ഇറക്കം ഇറങ്ങി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലേ ഒന്ന് കണ്ടു. ട്രെയിൻ ഇറക്കം ഇറങ്ങി പോവുകയാണ്. അപ്പം ട്രെയിൻ എങ്ങനെയാണ് ഇറക്കം ഇറങ്ങുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഫ്രണ്ടിൽ ഒരു ലോക്ക വയ്ക്കും, ബാക്കിലും ഒരു ലോക്കമുണ്ട്. 2 ലോക്ക വെച്ചാണ് ഈ ട്രെയിൻ ഇറക്കം ഇറങ്ങുന്നത്. ഇത് നമ്മുടെ ആര്യങ്കാവിനടുത്തുള്ള 13 കണ്ണി വളവാണ് കേട്ടോ. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ക്യാമറ എടുത്തു വന്നപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. നമ്മൾ പുറത്തേക്ക് ക്യാമറ നീട്ടിയാണല്ലോ എടുക്കുന്നത്. അപ്പം ആ ടൈമിൽ എൻ്റെ കൈ ഒന്നും അറിയാതെ വലത്തേക്ക് ചെരിഞ്ഞു പോയി. അതാണ് ക്യാമറയിൽ താഴത്തെ റോഡ് നമ്മുടെ ആ 13 കണ്ണിയുള്ള ആ വളവൊന്നും കിട്ടാത്തത്. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്കിനി വീണ്ടും പോയി എടുക്കാം. അങ്ങനെ ട്രെയിൻ ഇറക്കിറങ്ങി താഴ്വാരത്തെത്തി. ഇനി തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാട് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ഒരു സമതല പ്രദേശമാണ്. അപ്പോൾ തമിഴ്നാട് ഇറങ്ങി പാടങ്ങളൊക്കെ കണ്ടു. ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ നമ്മൾ വണ്ടി ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് ബോർഡർ ചിക്കൻ കഴിക്കാനാണ് കേട്ടോ. ഇവിടെ ഒരു ഫേമസ് ആണ് ബോർഡർ ചിക്കനും പൊറോട്ടയും. റഹ്മത്ത് ഹോട്ടൽ കണ്ടോ? പക്ഷേ ഞാനിവിടെയല്ല, അതിന് ഓപ്പോസിറ്റുള്ള ഹോട്ടലാണ് കയറിയത്. അവിടെ പൈസ ആകുമെന്ന് കരുതിയായിരിക്കും ഞാൻ അങ്ങോട്ട് മാറിയെന്ന് വിചാരിക്കേണ്ട, അത് തന്നെയാണ് സത്യം. അവിടെ വന്നു, വാഴയിൽ വെട്ടിയിട്ടു, കറി കൊണ്ട് വെച്ചു, ഗ്രേവിയാണ് കേട്ടോ. അപ്പം പൊറോട്ട വന്നു. അവർ ഇതാണ് കേട്ടോ ബോർഡർ ചിക്കൻ, നാടൻ ചിക്കനാണ്, നാടൻ കോഴിയാണ്, അതും പൊറോട്ടയും. ഇതവരുടെ സ്പെഷ്യൽ ഗ്രേവിയാണ്. ഇതിന് വളരെ വലിയ ടേസ്റ്റാണ്. പിന്നെ 2 ഇടിയപ്പം കൊണ്ട് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ആകെ കൂടിയായത് 310 രൂപയാണ്. പിന്നെ ഞാൻ അവിടെ നിന്നൊരു ലോക്കൽ ബസ്സിനെടുത്ത് നേരെ കാശി വിശ്വനാഥ ടെമ്പിളിലേക്ക് പോകണം. ഇതാണ് കാശി വിശ്വനാഥ ടെമ്പിൾ. അതാണ് തെക്കിൻ്റെ കാശിയാണ് തെങ്കാശി. വാസ്തുവിദ്യയ്ക്കും മറ്റുമൊക്കെ വളരെ പേരുകേട്ട ഒരു ക്ഷേത്രമാണിത്. പിന്നെ അവിടുന്ന് ഒരു ജ്യൂസും കുടിച്ച് ഇരിക്കുമ്പോഴാണ് ഇവന്മാരെ കണ്ടത്. ഇവന്മാരിവിടെ കളറിംഗ് ബുക്ക് വയ്ക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്കൊന്നും കൊടുത്തില്ല. ഇവന്മാർ വരും, സാർ ഒരു 10 രൂപ താങ്ക ഞങ്ങൾക്ക് കഴിക്കാനാന്നൊക്കെ പറയും. പക്ഷേ ഇവിടുത്തെ ഒരു അണ്ടർപാസിൻ്റെ അവസ്ഥയാണിത്. മുഴുവൻ വെള്ളം കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിവിടുത്തെ ഒരു IT ആണ് കേട്ടോ, ITI സ്കൂളാണ്. അങ്ങനെ നമ്മൾ വീണ്ടും തെങ്കാശി ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. അവിടെ ഇഷ്ടംപോലെ KSRTC ഉണ്ട്. KSRTC എപ്പോഴും സർവീസ് നടത്തുന്നുണ്ട്. പിന്നെ നമുക്ക് കൂട്ടായിട്ട് അതിഥികൾ വന്നിട്ടുണ്ട്. അവരെയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് കേരളത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ കേരളത്തിലേക്ക് പോയപ്പം ഒരു 1 മണിക്കൂർ ബ്ലോക്ക് കിട്ടിയ ഒരു പണിയാണ് ഇനി പറയാൻ പോകുന്നത്. ആര്യങ്കാവിൽ അയ്യപ്പൻ്റെ ഉത്സവമായിരുന്നു. ഈ ഉത്സവത്തിൻ്റെ സമയത്ത് ഫുൾ ബ്ലോക്കാണ്. നമ്മുടെ വണ്ടി ബ്ലോക്കൊക്കെ നിരയൊക്കെ തെറ്റിച്ച് കയറി പോവുകയാണ്. പോയാലും കുറേയൊക്കെ കഴിയുമ്പോഴും പിടിച്ചിടും, പിന്നെയും കയറി പോകും. അങ്ങനെ മറ്റു ഡ്രൈവർമാർ ചീത്ത വിളിക്കും. അതെല്ലാം കേട്ട് നമ്മൾ തന്നെ കയറി പോവുകയാണ്. അങ്ങനെ കയറി നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വളരെ നല്ല ഇതാണ്. ഇവിടെ കുറേ ലോട്ടറി വിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ ഘോഷയാത്ര വരുന്നുണ്ട്, ചെണ്ടമേളങ്ങളുണ്ട്, താലപ്പൊലികളുണ്ട്, പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ വ്യത്യസ്തമായ ആധുനികമായ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കൂടുതൽ ലൈറ്റ് വർക്കുള്ള വാഹനങ്ങളും. പിന്നെ ഇത് കണ്ടോ, DJ കണ്ടോ, DJ ഓപ്പൺ ഗണ്ണർ സ്റ്റൈലൊക്കെ ഡാൻസൊക്കെ വെച്ചിട്ടാണ് ഇവർ DJ കളിക്കുന്നത്. അപ്പോൾ അതൊരു വ്യത്യസ്തമായ അനുഭവമായിട്ട് തോന്നി. കാരണം പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് മാറുന്ന ഒരു മാറ്റമാണ്. ആദ്യം ഇതുപോലുള്ള ഫോർമലായിട്ടുള്ള ഘോഷയാത്ര പോകുന്നു, പുറകിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നത് കണ്ടില്ലേ. ദൈവത്തിന് പടമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു DJ ആണ് ചെയ്യുന്നത്. കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം നല്ല ഡാൻസ് കളിച്ച് ആണ് അവർ പോകുന്നത്. അപ്പം അവർ മാക്സിമം എൻജോയ് ചെയ്യട്ടെ. പക്ഷേ ഇതുപോലുള്ള ബ്ലോക്കുകൾ വരുമ്പോൾ ഹോസ്പിറ്റൽ കേസോ മറ്റൊക്കെ വരുമ്പോഴാണ് ഒരു പ്രശ്നമുള്ളത്. അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരവരുടെ വഴിക്ക് പോട്ടെ, നമ്മൾ നമ്മുടെ വഴിക്കും പോകാം. അങ്ങനെ ആ യാത്ര അന്ന് അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി പുതിയ കുറേ യാത്രാവിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാം. എല്ലാവർക്കും ബൈ.